സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുൻപ് വരെ കേരളത്തിൽ ജാതീയതയുടെ പിശാച് അതിശക്തമായിട്ടുള്ള ഭരണം നടത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ പി. ഭാസ്കരനുണ്ണി അതിൻ്റെ എല്ലാവിധ തീവ്രതകളെയും വിവരിക്കുന്നുണ്ട്. 1000 വർഷത്തിലധികമാണ് നമ്മുടെ നാട്ടിൽ ജാതീയ ഭ്രാന്ത് ഉണ്ടായിരുന്നത്. ഇത്രയും കാലം അത് നിലനിൽക്കാനുള്ള കാരണം ഈ ജാതീയത ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. ദൈവമാണ് ഇവിടെയുള്ള മനുഷ്യരെ സവർണരെന്നും അവർണരെന്നും വിഭജിച്ചത് എന്നുള്ള ചിന്തയായിരുന്നു. ദൈവം തന്നതാണ് എങ്കിൽ അത് മാറ്റാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ജാതീയതയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് അതിൻ്റെ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞു. എന്നാൽ മനുഷ്യരുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വർഗീകരണം ഇന്ന് നമുക്കുണ്ട്. ആ വർഗീകരണത്തെ പറ്റിയിട്ടാണ് യേശു പറയുന്നത്. അറിവുള്ളവരെന്നോ പണക്കാരെന്നോ ജോലിയുള്ളവരെന്നോ ഒന്നുമുള്ള ഒരു വ്യത്യാസമില്ല ഈ വർഗീകരണത്തിന്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, എവിടെയാണ് നമ്മുടെ നോട്ടം എന്നതാണ് ഈ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ നോട്ടം ഉയരങ്ങളിലാണ് എങ്കിൽ, ഔന്നത്യമുള്ള ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, ഉന്നതത്തിലുള്ളവയെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ യേശുവിൻ്റെ കാറ്റഗറിയിൽ വർഗീകരണത്തിൽപ്പെട്ടവരാണ്. ഇനി അതല്ല, നമ്മുടെ നോട്ടം താഴേക്കാണ് എങ്കിൽ, മോശം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ താഴേക്കിടയിൽ ഉള്ളവരാണ്. ഉയർന്നവരും താഴ്ന്നവരും എന്നുള്ള ഒരു ചിന്ത അവിടെയുമുണ്ട്. യേശു എപ്പോഴും പറയും, ഞാൻ ഉന്നതങ്ങളിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്. യേശുവിനെ അവർ പിന്നാലെ നടന്ന് കുറ്റം വിധിക്കുകയും അവനെ കൊല്ലാൻ തന്നെ ആലോചിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യേശു ഇത് പറയുന്നത്. മുകളിലേക്ക് നോക്കുന്നവരല്ലേ വിജയിച്ചിട്ടുള്ളൂ. സങ്കീർത്തനം 121:1 നമ്മൾ വായിക്കുന്നുണ്ട്, എവിടെ നിന്ന് എനിക്ക് സഹായം വരും? അത്യുന്നതനായിട്ടുള്ള ദൈവത്തിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന്? യേശുവിൻ്റെ ജീവിതത്തിൽ മുഴുവൻ മുകളിലേക്ക് നോക്കിയാണ് അവൻ ജീവിച്ചത്. യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ആകാശത്തൊരു നക്ഷത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ നക്ഷത്രം പ്രതീക്ഷയുടെ നക്ഷത്രമായിരുന്നു. മുകളിലേക്ക് നോക്കിയ പൂജരാജാക്കന്മാരാണ് യേശുവിൻ്റെ ജനനത്തെ തിരിച്ചറിയുകയും കാഴ്ചകളുമായി കാലിത്തൊഴുത്തിലേക്ക് വരികയും ചെയ്തത്. നമ്മളെ വഴി നടത്തുന്ന ഒരു നക്ഷത്രം ഉണ്ടാകണം. നമ്മുടെ ദൈവം തന്നെയാണ് നക്ഷത്രം. അവൻ നമ്മുടെ ഉള്ളിൽ അങ്കുരിപ്പിച്ചിരിക്കുന്ന നല്ല ബോധ്യങ്ങളും ചിന്തകളുമാണ് ഈ നക്ഷത്രം നൽകുന്ന പ്രകാശം. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് പറയുന്ന 3 സുവിശേഷങ്ങളിലും അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് കൊടുക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുന്നുണ്ട്. യേശു മുകളിലേക്ക് നോക്കിയിട്ടാണ് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത്. അവിടുന്ന് കാതു തുറക്കുന്ന ഒരാളുടെ ചിത്രം സുവിശേഷത്തിലുണ്ട്. അവൻ്റെ കാതുകളെ സ്പർശിച്ച് എഫാത്ത, ആകാശത്തിലേക്ക് നോക്കി നെടുവർപ്പെട്ടുകൊണ്ടാണ് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറയുന്നത്. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തൊട്ട് മുൻപേ അന്ത്യ അത്താഴ സമയത്ത് അവിടുന്ന് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. പഴയ നിയമ പശ്ചാത്തലത്തിൽ കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട്, ദൈവസന്നിധിയിലേക്ക് നോക്കിക്കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ ഇത്രയും പറഞ്ഞതിന് ശേഷം മുകളിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. വീണ്ടും യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ അവസാനം തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നിടം വരെയും മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ്, തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് യാത്ര തുടരുന്നത്. ഇനിയും നോക്കുക, യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന സമയം എസ്തപ്പാനോസിൻ്റെ ദേഹത്ത്
ഓരോരോ കല്ലുകൾ വന്ന് വീഴുമ്പോഴും എസ്തപ്പാനോസ് മുകളിലേക്ക് നോക്കി സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ കയറി ഇറങ്ങുന്നതും പിതാവിൻ്റെ വലത് ഭാഗത്ത് ഈശോ ഉപവിഷ്ടനായിരിക്കുന്നതും കാണുന്നുവെന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വലത് ഭാഗത്തിരിക്കുന്ന ഈശോ എന്ന് പറയുന്നത് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് കാർമ്മികൻ കൈകളിൽ അപ്പമെടുത്ത് മുകളിലേക്ക് നോക്കി പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തിയതിനു ശേഷമാണ് ആശീർവദിക്കുന്നത്. പ്രിയമുള്ളവരെ, മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഉള്ള ജീവിതങ്ങളാണ് പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ജീവിതങ്ങൾ. മുകളിൽ കാണുന്ന നക്ഷത്രം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ നിറഞ്ഞു വരും. വാതിൽ എന്നുള്ള ഒരു പങ്ക്തിയിൽ മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിലുള്ളതാണ്. സുഭാഷ് ചന്ദ്രൻ ഇന്ദുചൂടൻ എന്നുള്ള ഒരു പക്ഷി നിരീക്ഷകനെ അനുസ്മരിക്കുമ്പോൾ പറയുന്നുണ്ട്, മുകളിൽ ജീവിക്കുന്ന ജീവികളും താഴെ ജീവിക്കുന്ന ജീവികളും. മുകളിൽ ജീവിക്കുന്നത് പക്ഷികളാണ്. ഈ പക്ഷികൾ ഉഷ്ണരക്തമുള്ളവർ. താഴെ ജീവിക്കുന്നത് പാമ്പുകൾ, എലികൾ ഒക്കെയാണ് മാളങ്ങളിൽ ജീവിക്കുന്നവർ. ശീതരക്തമാണ് അവയ്ക്ക്. ഉഷ്ണരക്തമുള്ള ഈ പക്ഷികളുടെ പ്രത്യേകത, ഒന്നാമത് അവർ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണത്രേ. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു പക്ഷി കൂടുണ്ടാക്കുന്നത്. ഈ കൂട്ടിൽ മുട്ടയിട്ട് എത്ര നാളാണ് അടയിരിക്കുന്നത്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആൺകിളി പോയിട്ട് തള്ളക്കിളിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ട ഭക്ഷണം കൊണ്ടുവരുന്നു. പിന്നീട് ഒരു പ്രായമായി കഴിയുമ്പോൾ ഇതുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. എന്നാൽ പാമ്പുകളാകട്ടെ മുട്ടയിടും, അടയിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നെ ശ്രദ്ധിക്കാറില്ല, കുഞ്ഞുങ്ങൾ നാല് വഴിക്ക് പോകും. ആകാശത്തിലെ പക്ഷികൾ സാധാരണ നമ്മൾ കാണുന്നുണ്ട്, കൂട്ടമായിട്ട് പറക്കും. മുകളിലുള്ള ജീവികൾ കൂട്ടമായിട്ട് പറക്കുന്നവരും ഐക്യം ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും പാമ്പുകളോ എലികളോ ഒക്കെ കൂട്ടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുമാത്രമല്ല, കുയിലുകൾ പോലെയുള്ള ജീവികൾ തങ്ങളുടെ അധരങ്ങളിൽ സംഗീതം സൂക്ഷിക്കും. പാമ്പുകളോ തങ്ങളുടെ ഉള്ളിൽ വിഷമാണ് സൂക്ഷിക്കുന്നത്. ഉള്ളിൽ വിഷം സൂക്ഷിക്കുന്ന, കുടുംബ ബന്ധങ്ങളില്ലാത്ത, ഐക്യപ്പെട്ടു പോകില്ലാത്ത ഭൂമിയുടേതായിട്ടുള്ള ജീവികൾക്ക് തുല്യരാകരുത് നമ്മൾ. മുകളിൽ ജീവിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, സ്നേഹോഷ്മതകൾ സൂക്ഷിക്കുന്ന, എന്നാൽ ഒരുമിച്ച് ജീവിക്കാനും പറക്കാനും ആഗ്രഹിക്കുന്ന, അധരങ്ങളിൽ സംഗീതം സൂക്ഷിക്കുന്ന ജീവികളെ പോലെ ആയിരിക്കണം നമ്മൾ. ഉയരങ്ങളിലുള്ളവയെ പറ്റി ചിന്തിക്കുക, ഉയരങ്ങളിൽ കണ്ണും നട്ട് ജീവിക്കുക, കാഴ്ചപ്പാട് ഉന്നതങ്ങളിലുള്ളവയെ പറ്റി ആയിരിക്കട്ടെ. ഈശോ പറയും, ഈ ഒരു വർഗീകരണത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളവയെ പറ്റി ചിന്തിക്കുന്നു, ഞാനോ ഉന്നതങ്ങളിൽ നിന്നുള്ളവൻ ഉന്നതങ്ങളിലുള്ളവയെ പറ്റി ചിന്തിക്കുന്നു. മുകളിലേക്ക് നോക്കിയിട്ടുള്ള ഒരു യാത്ര. മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഒന്നാണ്. കൽപ്പന ചൗള, അവൾ ബഹിരാകാശ പേടകം തകർന്ന് മരിച്ച ഒരാൾ, അവസാനം ഈ ലോകത്തിലേക്ക് അയച്ച സന്ദേശത്തിൽ പറയും, താഴെ ജീവിക്കുമ്പോഴാണ് അതിരുകളുള്ളൂ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒറ്റ ഭൂമിയേ ഉള്ളൂ. താഴേക്ക് ഇറങ്ങി വരുന്തോറും ഇതര രാജ്യങ്ങളുടെ അതിരുകൾ, ഭൂമിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഓരോരുത്തരുടെ വീടുകളുടെ പറമ്പുകളുടെയൊക്കെ അതിരുകൾ എല്ലാം ഒന്നായി കാണണമെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു ചിന്ത, മുകളിൽ നിന്നുള്ള ഒരു നോട്ടം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഉയരങ്ങളെ പറ്റി ചിന്തിക്കുന്ന, ഉയരങ്ങളുടെ മനുഷ്യരാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.